ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വളരെ കുറച്ച് കാലം കൊണ്ട് തന്നെ കുട്ടികളുടെയും മുതിർന്നവരുടെയും പ്രിയപ്പെട്ടതായ മയോണൈസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ പുറത്തു നിന്നും വാങ്ങുന്ന ഷവർമ, ഗ്രിൽഡ് ഐറ്റംസ്, കുഴിമന്തി അങ്ങനെ പോകുന്നു മയോണൈസിൻ്റെ കൂട്ടുകാരുടെ നിര. പക്ഷേ ഇവയെല്ലാം തന്നെ പുറത്തു നിന്നും വാങ്ങുന്ന ഈ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് എത്രത്തോളം സേഫ്റ്റി ഉണ്ടെന്നുള്ളത് ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ല. മയോണൈസിൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ പച്ചമുട്ട ഉപയോഗിച്ചുകൊണ്ടുള്ള മയോണൈസ് ഒട്ടും ആരോഗ്യകരമല്ലാത്തൊരു വിഭവം തന്നെയാണ്. അൺകുക്ക്ഡ് എഗ്ഗ് കഴിക്കരുത് എന്നാണ് പറയുന്നത്. മുട്ടകളിലെ ഹാംഫുള്ളായിട്ടുള്ള ബാക്ടീരിയ സാൽമണല്ല എന്നുള്ള ഇൻഫെക്ഷൻ നമ്മുടെ ശരീരത്തിലേക്ക് ബാധിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് തന്നെ മുട്ട എപ്പോഴും കുക്ക് ചെയ്ത് മാത്രമേ കഴിക്കാവുള്ളൂ. ഏറ്റവും കൂടുതൽ മയോണൈസിൻ്റെ ആരാധകരായിട്ട് നമ്മൾ കാണുന്നത് കുഞ്ഞുങ്ങളെയാണ്. കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഇതെല്ലാം ഇഷ്ടമാകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സേഫ്റ്റി ആയിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു മയോണൈസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനാദ്യം തന്നെ ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത്, നെയ്യോ ബട്ടറോ നമുക്ക് ഉപയോഗിക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. മൈദപ്പൊടി ഇടുന്നത് കൊണ്ട് ആരും ടെൻഷൻ ആവണ്ട കേട്ടോ. മൈദയില്ലാത്ത ഒരു ദിവസം പോലും നമ്മുടെ ആരുടെയും ലൈഫിൽ ഉണ്ടാകില്ല കേട്ടോ. കാരണം മൈദ കൊണ്ട് എന്തെല്ലാം പലഹാരങ്ങളാണ് ഉണ്ടാക്കുന്നത്. ബ്രെഡ്, കേക്ക്, ബിസ്ക്കറ്റ്, അങ്ങനെ പോകുന്ന ഒത്തിരി ഐറ്റംസ്, ഹൽവ, അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ട്. അപ്പോൾ മൈദ ഒത്തിരി വിഷമാണെന്ന് നമുക്ക് പറയാനും കഴിയില്ല. പക്ഷെ വിഷമല്ല എന്ന് ഞാൻ പറയുന്നുമില്ല. എങ്കിൽ പോലും കുക്ക് ചെയ്ത് ഇങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ പച്ചമുട്ടയേക്കാളും നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു. ഇനി അതിലേക്ക് 1/2 കപ്പ് പാൽ, മൈദ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടകളെല്ലാം നന്നായിട്ട് ഉടച്ചെടുത്ത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ തന്നെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് നന്നായി ചൂടായി കുക്കായിക്കൊണ്ടിരിക്കും. ആ 1/2 കപ്പ് പാൽ മുഴുവൻ ഞാനതിലോട്ട് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് കുക്കായി വരുന്നത് വരെ വയ്ക്കാം. ഇത് ഒഴിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ തിക്കായി വരുന്നതായിരിക്കും. വീണ്ടും നമുക്കിതുപോലെ തന്നെ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാൽ കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാലിന് പകരം വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതിയാകും. ആദ്യത്തെ 1/2 കപ്പ് പാലൊഴിച്ച് രണ്ടാമത് വെള്ളം ഒഴിച്ചു കൊടുത്താലും മതിയാകും. ഞാനിതിലേക്ക് പാൽ തന്നെയാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കുക്കാവുന്നവരെ വയ്ക്കാം. ഒരു ബബിൾസൊക്കെ വരുന്നതുകൊണ്ട് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. കളറ് മാറാതെ നമുക്ക് ഓഫ് ചെയ്തെടുക്കാം. കഴിയുമെങ്കിൽ മയോണൈസ് പോലുള്ള ഐറ്റംസ് എല്ലാം പുറത്തു നിന്നും വാങ്ങാതെ വീട്ടിൽ തന്നെ കുക്ക് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിവിടെ വീട്ടിൽ എൻ്റെ കുട്ടികൾക്ക് കൊടുക്കാൻ പച്ചമുട്ട എങ്ങനെ കൊടുക്കാതിരിക്കാമെന്ന് ഒരുപാട് ആലോചിച്ച് ഒരുപാട് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്. യൂട്യൂബിലാണെങ്കിലും മറ്റു പലയിടത്തുനിന്നും പച്ചമുട്ട ഉപയോഗിക്കാതെയുള്ള റെസിപ്പി മയോണൈസിൻ്റെ കുറേ ഞാൻ നോക്കിയിട്ടും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് തംബ്നെയിലിൽ പറഞ്ഞിരിക്കുന്നത് യൂട്യൂബിൽ ആദ്യമായിട്ടാണ് ഇതെന്ന്. ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മൈദയുടെ മിക്സ് തണുത്തതിന് ശേഷം ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ 2 മിനിറ്റ്സ് കൊണ്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. മൈദ ഒന്ന് കുക്ക് ചെയ്തെടുക്കാനുള്ള സമയം മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ. ഇനി അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ വിനീഗർ, 1/2 ടേബിൾ സ്പൂൺ ഷുഗർ, പഞ്ചസാര, ഇത്രയും ഇട്ട് കൊടുത്ത് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. മയോണൈസ് അതുപോലെ തന്നെ ഇല്ലേ, ടേസ്റ്റിലാണെങ്കിലും ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ പിന്നീട് ഒരിക്കലും നിങ്ങൾ ആരും എഗ് മയോണൈസ് ഉണ്ടാക്കി നോക്കുകയില്ല. ഇതിനൊരല്പം തിക്നെസ് തോന്നുകയാണെങ്കിൽ ഒരല്പം കൂടെ പാലൊഴിച്ച് കൊടുത്ത് ഒന്നുകൂടി അടിച്ചെടുക്കുക. അത്രയ്ക്ക് ടേസ്റ്റാണിത്. ഇതിൻ്റെ 3 ഫ്ലേവറിലുള്ള മയോണൈസ് ഞാൻ ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിലും ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർക്ക് ഞാൻ മുകളിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അത് കാണാം. ക്വാണ്ടിറ്റി കൂടുതലായിട്ട് വേണമെങ്കിൽ ഞാൻ ഇതിൽ പറഞ്ഞിരിക്കുന്ന അളവിൽ നിന്നും കുറച്ച് കൂടുതലായിട്ട് തന്നെ എടുത്ത് ഉണ്ടാക്കിയാൽ മതി.
2 ടേബിൾ സ്പൂൺ മൈദയ്ക്കാണ് നമുക്ക് ഈ ഒരു ബൗൾ മയോണൈസ് കിട്ടിയിരിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്, കുഞ്ഞുങ്ങൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. ഫ്രിഡ്ജിലാണെങ്കിൽ നമുക്ക് 1 വീക്ക് വെക്കാം, പക്ഷെ 1 വീക്ക് വെക്കേണ്ട. ഞാനിവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ ആവശ്യത്തിനുണ്ടാക്കും. ആവശ്യം കഴിഞ്ഞാൽ അതങ്ങ് തീരുന്നത് പോലെ ഞാൻ ഉണ്ടാക്കിയെടുക്കുകയുള്ളൂ. സ്റ്റോക്ക് ചെയ്ത് വെച്ച് ഉപയോഗിക്കാറില്ല. അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ആവശ്യമുള്ളപ്പോൾ ഉണ്ടാക്കുക, ആവശ്യം കഴിയുമ്പോൾ അതങ്ങ് തീർത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ബാക്കി ബാലൻസ് എടുത്ത് വെച്ച് ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ അറിയിക്കണം. ഞാൻ കുട്ടികൾക്ക് വേണ്ടി വൈറ്റ് സോസ് ഒന്ന് മേക്ക് ഓവർ ചെയ്ത് എടുത്ത ഒരു വിഭവമാണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ ഇതെനിക്ക് വളരെ സക്സസ്ഫുള്ളായി കിട്ടിയിട്ടുമുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയും ഇതുപോലുള്ള ഒരുപാട് വീഡിയോകളുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.